Correct. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രമിയാണ്. അപ്പോൾ കേരള ഡേയ്സിലെ മറ്റൊരു വ്ളോഗാണിത്. ഞാൻ ഇന്ന് മൂന്നാറിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതിരാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. മാക്സിമം ടൈം മൂന്നാറിൽ സ്പെൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാനും ട്രാഫിക്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ വട്ടമാണ് മൂന്നാറിൽ. പക്ഷേ ഈ ഒരു സമയമായിരുന്നു തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. കാരണം നല്ല കാലാവസ്ഥയായിരുന്നു, തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാം. കാരണം ഞങ്ങൾ AC വരെ ഓഫ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏതൊക്കെയോ സിനിമയിൽ എന്തൊക്കെയോ കണ്ട ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൂന്നാറിൽ തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു ചർച്ചാണെങ്കിലും അതുപോലെ തന്നെ ആ പൂക്കളുള്ള മരങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇസബെല്ല എന്ന് പറയുന്ന ആ മൂവിയൊക്കെയാണ് ഓർമ്മ വന്നത്. എനിക്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ, നല്ലൊരു മൂവിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഇത്തവണ എനിക്ക് വന്നപ്പോൾ. എനിക്ക് പറയണ്ട, എനിക്ക് എന്താണ് ഭയങ്കരനാണെന്ന്. നമുക്കൊരു 5 മണിക്കൂർ എനിക്ക് നോ സർവീസാ. ഇപ്പൊ എടുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഇരവികുളം നാഷണൽ പാർക്കിലോട്ടാണ്. അപ്പോൾ അവിടെ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബസ് എടുത്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ബസ്സിൽ നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ പാർക്കിൽ അതൊക്കെ ഉണ്ടെന്നാണ് അവർ കാണിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പോയത് ആ ഒരു സീസൺ ആകാത്തതുകൊണ്ടായിരിക്കാം അത്രയും ഐറ്റംസ് ഒന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ എങ്കിലും ഒരിക്കലും ഡെസ്പായിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. കാരണം നല്ല കാഴ്ചകളൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ട ഒരു സംഭവം തന്നെയാണ്, കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പോവുകയാണെങ്കിൽ ഞങ്ങൾ ചെന്ന മാതിരി ഒരു പറ്റുവാണെങ്കിൽ 8:30 മുമ്പ് ചെല്ലുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് ഫസ്റ്റ് ബസ്സിൽ കയറി തുടങ്ങിയ ആൾക്കാർ. അത്രയും നേരത്തെ ഞങ്ങൾ എത്തിയത് കൊണ്ടാണ് കേട്ടോ. ഇത്രയും നല്ലൊരു കാഴ്ച ഉള്ളപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്ത് കുളമാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിന് മാത്രം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും.
പാർക്കിൽ എത്തുമ്പോൾ തന്നെ ഒരു ബോർഡ് ഉണ്ട്, അതായത് ഒന്നും തൊടരുത്. പ്രത്യേകിച്ച് ഒരു ആടൊക്കെ ഉണ്ട് അവിടെ. ആടിൻ്റെ പേര് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ അതിനെ തൊടരുതെന്നൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൂരെ നിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടിട്ട് ആദ്യം അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണും ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഫോട്ടോന് വേണ്ടി തന്നെ പോസ് ചെയ്ത് തന്നെ നാളെ നിന്ന് തരും. യാതൊരുവിധ പ്രശ്നമില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു വന്ന് കുത്തുമെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ. എന്തായാലും ഫോട്ടോ എടുക്കാനും അതിന് തന്നെ വീഡിയോ എടുക്കാനൊക്കെ നല്ല ഭംഗിയായിട്ട് നിന്ന് തന്നെ ഉണ്ട്. അല്ലടാ പക്ഷെ അടുത്തോട്ട് വരും. മൂന്നാറിൽ വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ പോവാണ്. മിയ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടി നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റാണ്. മോഡൽ വേറെ ആരുമല്ല, ജമീല, അതായത് ഞങ്ങളുടെ കസിൻ തന്നെയാണ്. കസിൻ ഇതിനു മുമ്പും പാരീസിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫോട്ടോഷൂട്ട് നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ടാം. അപ്പോൾ മിയ ഫാഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് അത് വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യും. എന്നാൽ പോലും നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാവുന്നതാണ്. എല്ലാവരും ഇതിൽ ആ കാണുന്നതൊക്കെ അല്ലേ, ആ ചെറുതും ചെറിയ മരം പുറത്തെ സ്കിന്നുള്ള മരം. തേക്കുമരം ഏത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾ കേട്ടത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് തേക്കുമരം കാണുന്നത്. അപ്പോൾ നിങ്ങളും എന്നെ പോലെയാണെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. വളരെ തിന്നായി അതുപോലെ തന്നെ കറുത്ത കളറുള്ള മരമാണ് തേക്ക്. അപ്പോൾ ഇതും കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞു ഇത്തവണ. ഫോട്ടോഷൂട്ടിന് ശേഷം പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി എന്നുള്ളതാണ്. ഞാൻ അഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല, നല്ല വിശപ്പായതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് പിന്നെ പോയത്.
കരിമ്പ് അവിടെ ഒരു മെഷീനിലിട്ടിട്ട് നീരാക്കിയിട്ട് ഒരു ടാങ്കിൽ സൂക്ഷിക്കും. അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഇതിലിട്ടാക്കും. എന്നിട്ട് ആ കരിമ്പിൻ്റെ ചണ്ടിയില്ലേ, ആ പിഴിഞ്ഞ സാധനം അതിട്ടിട്ടാണ് കത്തിക്കുക. അങ്ങനെ ശർക്കര ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിങ്ങിൻ്റെ കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ കരിമ്പ് എന്ന് പറയുന്നതിൻ്റെ A to Z ഇവിടെ എടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ജ്യൂസും പോരാഞ്ഞിട്ട് തന്നെ അതിൻ്റെ തൊലി വരെയും പിന്നീട് കത്തിക്കാൻ എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഗുണം. അപ്പോൾ ഈ ഒരു മെഷീനിൽ ഇട്ടിട്ടാണ് ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 4-4:30 ആയി. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളൊരു സമയമായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ദാ കാണുന്നു നല്ല ഭയങ്കര ഫോഗാണ്. അപ്പോൾ ഈ കാണുന്നത് ഒന്നും തന്നെ അല്ല കേട്ടോ. ഇതൊരു പക്ഷേ 1/3 ഭാഗം പോലും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറ എല്ലാം ഓഫ് ചെയ്തു. കാരണം മാമ ഡ്രൈവ് ചെയ്യുന്നു. അത്ര ടഫായിരുന്നു ആ ഒരു ഡ്രൈവിങ്. ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഊഹിച്ചൊന്ന് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പോരാത്തതിന് ഓപ്പോസിറ്റ് നിന്നും വണ്ടിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മഴ തുടങ്ങി, ഫോഗായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു അസ്തമയൊക്കെ കണ്ട് അതുപോലെ തന്നെ ഒരു ചായ കുടിക്കാനൊക്കെ ഞങ്ങൾ കയറിയിരുന്നു. പിന്നെ നല്ല ഡ്രൈവിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിനെത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. ശരിക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറുതായിട്ട് ഞങ്ങൾ കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ എല്ലാവരും ഷവർമ അതൊക്കെ എടുത്തെങ്കിലും ഞാൻ പൂതി പൊറോട്ട അങ്ങോട്ടാണ്, അങ്ങനെയാണ് തോന്നുന്നത് അതിൻ്റെ പേര്, എനിക്ക് ഓർമ്മയില്ല, എടുത്ത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ കൊച്ചു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ.